ഹായ് ഹലോ. അപ്പോൾ സ്നേഹക്കൂട്ടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ സ്നേഹക്കൂട്ടിൽ ഇപ്പോൾ സേതുവിൻ്റെ അച്ഛൻ സേതുമാധവൻ മരിച്ചു പോയിരിക്കുകയാണ്. ആ ഒരു സങ്കടത്തിലാണ് വീട്ടുകാരെല്ലാവരും. അങ്ങനെ സേതുവിനെ അവിടെ വീട്ടിൽ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. പൂർണിമയും കുറുപ്പങ്ങളും കൂടി ഈ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് 16 കഴിയുന്നത് വരെ സേതു ഇവിടെ നിന്ന് പോകാൻ പാടില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സേതുവിനെ അടിച്ച് പുറത്താക്കാൻ വേണ്ടിയിട്ട് ഋതുവും പിന്നെ നമ്മുടെ സ്വാതിയും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഇന്ന് സ്വാതി തൻ്റെ ഫ്രണ്ടിനോട് അച്ഛൻ മരിച്ച ശേഷമുള്ള സങ്കടങ്ങളൊക്കെ പറഞ്ഞ് റൂമിലോട്ട് കയറി വരുന്ന സമയത്ത് സ്വാതിയുടെ റൂമിലാണ് നമ്മുടെ സേതു കിടക്കുന്നത്. അപ്പോൾ സേതു റൂമിൽ കിടക്കുന്നത് കണ്ട് സ്വാതിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. അവിടെ സേതുവിനെ അടിച്ചു പുറത്താക്കാൻ വേണ്ടിയിട്ട് സേതു ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് വട്ടം അടിക്കുകയും വഴക്ക് പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ സേതു അവിടെ നിന്ന് അനങ്ങാതെ നീ വേറെ എവിടെയെങ്കിലും പോയി കിടക്ക്, എനിക്ക് കിടക്കണം, എന്നെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ സമ്മതിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സേതു ദേഷ്യപ്പെട്ടിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുവാണ്. എന്നാൽ ഇതൊന്നും സമ്മതിക്കാതെ വീണ്ടും സേതുവിനെ അടിച്ച് പുറത്താക്കാൻ വേണ്ടിയിട്ട് സ്വാതി ശ്രമിക്കുകയും ഈ ശബ്ദം കേട്ടിട്ട് പൂർണിമ വരുന്നുണ്ട്. എന്നിട്ട് സേതുവിനെ അവിടെ നിന്ന് നമ്മുടെ സ്വാതിയെ അവിടെ നിന്ന് പിടിച്ച് പുറത്തോട്ട് കൊണ്ടുപോയതിനു ശേഷം നീ മിണ്ടാതിരിക്കുക, സേതു അവിടെ കിടന്നോട്ടെ, നീ ചേച്ചിയുടെ റൂമിൽ എങ്ങനെയും പോയി കിടക്ക്, എനിക്ക് പറ്റത്തില്ല, എനിക്ക് എൻ്റെ റൂമിൽ തന്നെ കിടക്കണം എന്ന് സ്വാതി നിർബന്ധം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ശബ്ദങ്ങളെല്ലാം കേട്ടിട്ട് സേതു എന്ന് പറയുകയാണ്, ഞാൻ എന്തായാലും പൊയ്ക്കോളാം, ഞാൻ ഇവിടെ വീട്ടിൽ നിന്ന് നേരെ പൊയ്ക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് സേതു പുറത്തോട്ട് പോവുകയും കുറുപ്പങ്ങളും പൂർണിമയും കൂടി നിർബന്ധിച്ച് സേതുവിനെ വീണ്ടും അവിടെ പിടിച്ചു നിർത്തിയതിനു ശേഷം ഇനിയിപ്പോൾ സേതു വീട്ടിൽ നിൽക്കുന്നത് വരെ അച്ഛൻ്റെ റൂമിൽ കിടന്നോട്ടെ, അച്ഛൻ്റെ റൂം ഒഴിഞ്ഞു കിടക്കുകയല്ലേ, അവിടെ ക്ലീൻ ചെയ്തിട്ട് അവിടെ സേതുവിനെ കിടത്തിക്കോട്ടെ, നീ നിന്റെ റൂമിൽ തന്നെ കിടന്നോളൂ എന്ന് പൂർണിമ ഒരു തീരുമാനം പറയുവാണ്. എങ്ങനെയെങ്കിലും സേതുവിനെ അടിച്ചു പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ എല്ലാവരും കൂടി ഒന്നടങ്കം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ രാവിലെ തന്നെ എല്ലാവരും സന്തോഷത്തോടെ ചേച്ചിമാരും ഒക്കെ ആയിട്ട് അച്ചുവും സ്വാതിയും ഋതുവും കൂടി റൂമിൽ കളിച്ചുകൊണ്ടിരിക്കുകയും അത് ഓരോ പണികളായിട്ട് അവിടെ ഇരിക്കുകയും അങ്ങനെ ബേബി ചേച്ചി വന്നിട്ട് എല്ലാവർക്കുള്ള ഭക്ഷണം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വരാനായിട്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പം അച്ഛന് ഇഷ്ടപ്പെട്ട ദോശ, ഋതുവിന് ഇഷ്ടപ്പെട്ട ഉപ്പുമാവ്, പിന്നെ നമ്മുടെ സ്വാതിക്ക് ഇഷ്ടപ്പെട്ട കോൺഫ്ലെക്സ് എല്ലാം അവിടെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് താഴോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് സേതു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരെ കണ്ടപ്പോൾ തന്നെ ഇവർക്കൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്ന 3 പേർക്കും ഇഷ്ടപ്പെട്ട 3 ഭക്ഷണം നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. 3 അത്രയും സേതു കഴിച്ചു. എന്നിട്ട് നിങ്ങൾ ആരും കഴിക്കേണ്ട, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അത്രയും നക്കി തുടച്ച് വടിച്ച് വെച്ചിട്ടാണ് സേതു പോയത്. അപ്പോൾ ഇതെല്ലാം കണ്ടപ്പോൾ ഋതുവിനൊക്കെ ദേഷ്യം വന്നു. ഈ പരാതിയുമായിട്ട് നേരെ പൂർണിമയുടെ അടുത്ത് ചെന്നു. പൂർണിമയുടെ അടുത്ത് പരാതി പറഞ്ഞപ്പോൾ പൂർണിമ പറഞ്ഞത്, ഈ 16 കഴിയുന്നത് വരെ സേതു ഇവിടെ നിന്ന് പോകാൻ പാടില്ല, സേതു ഇവിടെ തന്നെ നിൽക്കണം, അതുകൊണ്ട് തന്നെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ, അതുവരെ നിങ്ങളൊന്ന് ക്ഷമിച്ചേ പറ്റത്തുള്ളൂ. അത് മാത്രമല്ല സേതുവിനെ ഞാൻ എപ്പോഴും എൻ്റെ മകനായിട്ടേ കണ്ടിട്ടുള്ളൂ, എൻ്റെ മൂത്ത മകനായിട്ടേ കണ്ടിട്ടുള്ളൂ എന്നും ഞാൻ അവനെ ഒരിക്കലും അടിച്ചു പുറത്താക്കാനോ അല്ലെങ്കിൽ അവൻ്റെ അമ്മയിൽ നിന്നും അവൻ്റെ അച്ഛനെ തട്ടിയെടുക്കുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ അവനാണ് അങ്ങനെ വിചാരിക്കുന്നത്, എന്നെ രണ്ടാനമ്മയായിട്ട് കാണുന്നതും എന്നോട് ദേഷ്യം കാണിക്കുന്നതും സേതുവാണ്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ദേഷ്യം ഇല്ല എന്നും അവനെ ഞാൻ ഇപ്പോഴും മൂത്ത മകനായിട്ടാണ് കാണുന്നത് എന്നൊക്കെ പൂർണിമ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ഇഷ്ടപ്പെടാതെ എങ്ങനെയെങ്കിലും സേതുവിനെ അടിച്ച് പുറത്താക്കാൻ വേണ്ടിയിട്ട് തന്നെ ഋതുവും സ്വാതിയും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ അച്ചുവിന് മൂത്ത ഏട്ടൻ എന്നുള്ള ആ ഒരു സ്ഥാനം അച്ചു മനസ്സിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു സംഭവങ്ങൾ നടക്കുന്ന സമയത്താണ് രാവിലെ തന്നെ പല്ലവിയെ കാണാൻ വേണ്ടിയിട്ട് പല്ലവിയുടെ ഫ്രണ്ട് വരികയും എന്നിട്ട് ഡിവോഴ്സിന്റെ കാര്യങ്ങൾ ഞാൻ അവിടെ കോടതിയിൽ സംസാരിച്ചിട്ടുണ്ട്, അതെല്ലാം ശരിയാവും, അതുമാത്രമല്ല പല്ലവിക്ക് ഒരു ജോലി ശരിയായിട്ടുണ്ട്, അവിടെ എത്രയും പെട്ടെന്ന് നാളെ തന്നെ ഇന്റർവ്യൂ ഉണ്ട് ഒരു കോളേജിൽ പ്രൊഫസറായിട്ട്, അപ്പം നീ നാളെ തന്നെ ചെല്ലണം എന്ന് പറയുവാണ്. എന്നാൽ പല്ലവിയുടെ കൂടെ പോകാനായിട്ട് ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ സേതുവിനെ വിളിക്കാൻ വേണ്ടിയിട്ട് പല്ലവിയോട് ഫ്രണ്ട് പറയുകയും അങ്ങനെ പല്ലവി നേരെ സേതുവിനെ വിളിക്കുകയാണ്. അപ്പോൾ സേതുവിൻ്റെ ഫോണിൽ കോൾ വന്ന ഉടനെ തന്നെ അച്ചുവാണ് കോൾ എടുത്തത്. അപ്പോൾ ഇത് സംസാരിച്ചപ്പോൾ പെൺകുട്ടിയാണെന്ന് മനസ്സിലായപ്പോൾ അച്ഛന് ചെറിയ സംശയം തോന്നി. ഉടനെ തന്നെ സേതു ഫോൺ പിടിച്ചു വാങ്ങിച്ച് ദേഷ്യപ്പെട്ടിട്ട് പുറത്തോട്ട് പോയി സംസാരിച്ചു. പല്ലവി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ അവർ ചിരിച്ച് കളിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് അച്ചു പറയുവാണ്, ഇത് ഏട്ടൻ്റെ കാമുകി തന്നെ, കള്ളക്കാമുകി തന്നെ എന്നൊക്കെ അച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ചുവിന് തൻ്റെ ചേട്ടൻ എന്നുള്ളൊരു സ്ഥാനവും ചേട്ടനോട് ചെറിയ ഇഷ്ടമൊക്കെ അച്ചുവിനുണ്ട്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരെയും ടാറ്റാ ബൈ.